പിടിക്കാനും പാടില്ലേ അതൊന്നും കയ്യില്ലേ നല്ല വിളിക്കും കൊച്ചുങ്ങൾ എന്തേലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അങ്ങനെ ഈ ചെറുമീൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേരെന്താ കെട്ടിയൊരുങ്ങി ആ ടർഫിലേക്ക് പോണത് കേട്ടാ. എന്നിട്ട് ഇപ്പം എന്താ 2 ദിവസം കഴിഞ്ഞിട്ട് മേലുവേദനയൊന്നും പോകുന്നില്ല എന്നേ, കാലൊക്കെ അനക്കാൻ വയ്യെന്നേ. ആരോട് പറയാനാ? എന്താ പറയാ, നമ്മളിപ്പോൾ ഓടാണ്ട് ചാടാണ്ടൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ഇങ്ങനെ ടർഫിൽ കിടന്ന് ഓടി മതിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ലോണം അറിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. പിന്നെ ഞങ്ങൾക്കും ഈ പറഞ്ഞ പഴയ ഒരു നൊസ്റ്റോം കയറി. കൂടുതലും ചേട്ടാ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ വിളിക്കുമ്പോൾ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ അതൊക്കെ കളിച്ച് ഭയങ്കര ശീലമാണ്. ചേട്ടൻ്റെ കൂട്ടുകാർ തന്നെ എൻ്റെയും കൂട്ടുകാരുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അതൊക്കെ അവരുടെ കൂടെ കളിച്ചൊരു ശീലമുണ്ട് എനിക്ക്. എന്നാലും ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലെന്നേ. ഇവർ ഈ ടർഫിലെ നിയമങ്ങളൊക്കെ നമുക്കറിയും. നമ്മളാ മറ്റേ ഗ്രൗണ്ടിൽ കിടന്നിട്ട് ഇഷ്ടമുള്ള പോലെ ഓടി നടന്ന് പിടിക്കുന്നതല്ലേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആൻ്റേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ 2-3 വണ്ടിയൊക്കെ ആയിട്ടാണ് ഇവിടെ എത്തിച്ചത്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നീ ആരാ? ഗോളിയാ. നമുക്ക് പറ്റാത്ത പോലെ നമുക്ക് എടുക്കാൻ നിൽക്കണ്ടേ? എനിക്ക് പ്രായമായി. യുവതാരങ്ങള് അണിനിരക്കുന്ന ഇവിടെ ചെരുപ്പ് പ്രവേശനമില്ല കേട്ടല്ലേ. നമ്മളോട് ഗോളിക്കാനാ പറഞ്ഞേട്ടാ. നമുക്ക് നേരെ വരുന്ന പന്ത് പക്ഷെ നല്ല ബാറിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും തടയാനൊന്നും നിൽക്കൂല. ഞാൻ മാറി ഇങ്ങനെ നിന്ന് കൊടുക്കും. പോയിക്കോട്ടെ എന്ന് പറയും. നീ ഇല്ല ഗോളിയാവുന്നില്ല? നീ താല്പര്യമില്ല? എനിക്ക് അയ്യോ ഞാനോടിരിക്കട്ടെ. പുതിയ താരത്തിനത് ഇറക്കിയിരിക്കുകയാണ് ഞങ്ങൾ. എന്താ വലിയ ടീമാ, വലിയ ടീം. ഈ ചെറുമീന്റെ ഈ ഒരു ആഗ്രഹത്തിനാണ് നമ്മളിങ്ങനെ ഋഷിശൃംഖനെയൊക്കെ പോയിക്കോന്ന് പറഞ്ഞതാണ്. ഋഷിശൃംഖനോട് ഈ ഭാഗത്തോട്ട് വരല്ലേന്ന് പറഞ്ഞേ. ബടി കേറല്ലടി വാ. ഓ കേറുന്നു ഗൈസ്, കേറുന്നു. കയറിയിട്ട് വലിയ മലയൊന്നും മറിക്കാനൊന്നും ഇല്ല. വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടിയൊക്കെ നിന്നിട്ടാ. ലാസ്റ്റ് അങ്ങോട്ടായപ്പോഴൊക്കെ വന്ന് കയറുന്നത്. അവിയപ്പോഴെങ്കിലും എന്നെ അവിടെ നിൽക്കടി ഇവിടെ നിൽക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ശല്യപ്പെടുത്തുന്നു. നമ്മളെ ഇഷ്ടത്തിന് വിടുന്നില്ലെന്നേ. ഞാൻ എവിടെ നിൽക്കണം? എനിക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിടിക്കാനും പാടില്ലേ അതൊന്നും കയ്യില്ലേ നല്ല ബാറിൽ. അല്ല സീരിയസ് ആയിട്ട് നല്ല ബാറിൽ വരുന്നത് ഞാൻ പിടിക്കൂല. അങ്ങനെയൊന്നും ഞാൻ പിടിക്കൂല. എന്റെ ദേഹം അനക്കിയിട്ടുള്ള ഒരു കളിക്കും ഞാൻ നിൽക്കൂല. ഞാൻ ഇങ്ങനെ നിൽക്കോളേ, ഇങ്ങനെ ഒറ്റ നിർത്താൻ നിൽക്കുള്ളൂ. പാടണം ഇന്ദ്ര കഴിച്ചിരിക്കുന്നു. ഇവിടെ അതിനിടക്ക് മുടി കെട്ടലും ഉണ്ടാ എടി. അപ്പൊ എന്റെ മുടി ഒന്ന് വിടറി. കൊറേ നേരമായി തലക്കെട്ട് മുടി. റെസ്റ്റ് ടൈമാണ് ഇപ്പൊ. നമ്മള് കുറച്ച് റെസ്റ്റ് എടുക്കാണ്. മാടി വിളിക്കും മാണിക്ക ചിറകുള്ളവാരന്. എന്റെ ആന ഇന്ദ്രന്റെ ഭ്രാന്തരാണ് ഞങ്ങൾ വന്നിവിടെ കിടക്കണത്. അയ്യോ ഈറ്റിങ്ങൊക്കെ എന്താ അറിയാന്ന്. എംബാപ്പെ കിംബാപ്പെ ആ അതന്നെ വാവന്നെ ഇട്ടുകൊടുത്തെ. വാവന്നെ ഇട്ടുകൊടുത്തത്. ഇവരിവിടെ കളി. അവര് സ്റ്റാൻഡൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കിടക്കണം അവിടെ ഇവിടെ ഒക്കെ. നന്ദുവിന്റെ ഗോളടി എങ്ങനെയാണ്? എവിടെയെങ്കിലും ചക്ക വീണ്ടും മയിലെത്തുന്ന പറഞ്ഞ പോലെ നന്ദു അങ്ങനെ ഗോളടിച്ച് രക്ഷപ്പെടുന്നതാ. ദുർഗന്റെ മേത്തൊന്ന് ബോൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പേടിയല്ലേ. എവിടെ പോകുന്ന നീ? എവിടെയും പോവില്ല. വെള്ളക്കുപ്പി എടുത്ത് വന്നേ. അപ്പൊ ഇരിക്കണ്ട, ഞാനിരുന്ന അതേ പോസ് എടുത്തിട്ട് അതങ്ങനെ തന്നെ പോയി കൊടന്ന്. അതെന്റെ പോസാ. സ്വന്തമായിട്ട് പോസ് കയ്യിൽ നിന്ന് ഇടുമെങ്കിൽ മാത്രം എണീച്ച് പോ. ഈ മൂലക്കന്ന് പോ. ഇവിടെ എന്റെ ഒരു ഫോട്ടോ കൊടുക്കാട്ടാ. ഇത് ഞാൻ ഇരുന്ന് എടുത്തതിന് ശേഷമാണ് വിളി എടുക്കണത്. വന്ന ഒരു എനർജിയും ഇപ്പില്ലായേ. പോയേ എനർജി എല്ലാം പോയേ. അയ്യോ വയ്യേ. ലാസ്റ്റ് ഞാൻ ഇറങ്ങി കളിച്ചിട്ടാ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങേണ്ടി വന്നു. ഇത് പറയണ്ട ഇപ്പൊ. ഞങ്ങൾ അങ്ങനെ കളി ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ടർഫിനോട് വിട പറയുകയാണ്. ടറസ് പോലും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.